ഹലോ, ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന്. അപ്പോൾ ഞങ്ങൾ ലീവിന് ബാംഗ്ലൂർ നാട്ടിലേക്ക് എത്തിയതാട്ടോ. അപ്പോൾ എത്തിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് നല്ല അടിപൊളി പിടയ്ക്കുന്ന കുഞ്ഞമത്തി കിട്ടി. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, 1 കിലോ കുഞ്ഞമത്തി അങ്ങ് മേടിച്ച് നല്ല വറ്റിച്ച് മുളകിട്ടങ്ങ് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അത് പിന്നെ അമ്മയും കൂടെ വെക്കുന്ന സമയത്ത് അതിന് കുറച്ച് ടേസ്റ്റ് കൂടുതലാവുമല്ലോ അല്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ അത് ആ കുഞ്ഞമത്തിയൊക്കെ അവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി വയ്ക്കാനായിട്ട് ചട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് ചീന്തിയിട്ടത്, അതുപോലെ കുറച്ചധികം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കതൊന്ന് തിളപ്പിക്കാം വെക്കാം. പ്രത്യേകിച്ച് മീൻകറി വെക്കുന്ന സമയത്ത് അതിന് നല്ല എരിവും പുളിയും ഉണ്ടെങ്കിൽ അതിനൊരു ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചട്ടി വെച്ച് കൊടുത്ത് നമുക്ക് ആ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ആ കുറുകി വരുന്ന സമയത്താണ് നമ്മൾ അതിലേക്ക് നമ്മുടെ കുഞ്ഞമത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് അധിക സമയമൊന്നും വേണ്ട, കുറച്ച് സമയം ഒന്ന് മത്തി വെന്ത് വരുന്ന സമയം വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായി കുറുകി നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ലാസ്റ്റ് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുത്ത് ഒരു കറിവേപ്പിയുടെ തണ്ടും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല ആവി വറുക്കുന്ന ചോറിൻ്റെ കൂടെ ഇതും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാ മത്തി ലവേഴ്സിനും കൂടെ താങ്ക് യു, ബൈ.